താഴേക്ക് അദ്ദേഹത്തിന്റെ നിലവാരത്തിൽ നിന്ന് താഴേക്ക് പോവാണ്. തനി സംഖ്യയുടെ നിലവാരത്തിൽ നിങ്ങൾ സംസാരിക്കാതിരിക്കൂ, ഞാൻ പറയട്ടെ. താങ്കൾ പറയും ഇങ്ങനെ ബഹളം വെച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല പത്മകുമാർ. ഇപ്പൊ വാദിച്ച് വിനു പറഞ്ഞതുപോലെ എവിടെ എത്തിച്ചേർന്നു? കേരളത്തിലുള്ള ആളുകൾ സോമാലിയക്കാരേക്കാൾ പട്ടിണിക്കോലങ്ങളാണ് എന്ന് മാത്രമല്ല മുഴുവൻ ഭ്രാന്തന്മാരുമാണ് എന്നാണ് പത്മകുമാർ വാദിച്ചത്. നിങ്ങൾക്ക് ദയവ് ചെയ്ത് നിങ്ങളൊന്ന് വായടയ്ക്കാമോ? ദയവ് ചെയ്ത്. നിങ്ങൾക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയാത്ത ആളുകളെ നിങ്ങൾ എല്ലാ തരത്തിലും അധിക്ഷേപിച്ചോളൂ. പക്ഷെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിനെ കുറിച്ചാണ്. അത് മാത്രമല്ല നിങ്ങൾ ദയവ് ചെയ്തൊന്ന് വായടയ്ക്കൂ പ്ലീസ്. ഇവിടെ ചർച്ച ഏത് കാര്യമാണെങ്കിലും ചർച്ച ചെയ്യാം. നിങ്ങൾ ഈ ചർച്ചയിൽ ഉന്നയിച്ച ബഹളം കൂട്ടി ഉന്നയിച്ച ഏത് കാര്യത്തിലെടുത്താലും കേരളം ഗുജറാത്തിനേക്കാൾ വളരെ മുമ്പിലാണ്. സോമാലിയയുമായിട്ട് ഒരു താരതമ്യവുമില്ല. സോമാലിയയായിട്ട് താരതമ്യം ചെയ്യാവുന്നത് ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളാണ്. ഈ അനവസരത്തിലുള്ള അസംബന്ധ പ്രസ്താവന കൊണ്ടുണ്ടായിട്ടുള്ള ഗുണം സോമാലിയയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് എന്ന യാഥാർത്ഥ്യം ഇതുവരെ പുറത്തു പറയാൻ കഴിയാതിരുന്ന കാര്യം ഇപ്പൊ പുറത്തു വന്നു എന്നതാണ്. ഇപ്പൊ നോക്കൂ, കണക്കുകൾ നോക്കൂ. ഇപ്പോ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു. സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ മോഡി ഭരിച്ച കാലത്ത് 2004-05 2011-12 ഇടയിലുള്ള പ്ലാനിംഗ് കമ്മീഷൻ രേഖപ്രകാരം ബീഹാറിന്റെ വളർച്ചാ നിരക്ക് 15.3%. അതിന്റെ പകുതിയെ 8%, 8.19 ഗുജറാത്തിന്റേത്. തമിഴ്നാട് അതിന് മുമ്പിലാണ്, 8.65. സാമ്പത്തിക വളർച്ച മാത്രം എടുത്തു നോക്കിയാൽ തന്നെ ബീഹാറായിരുന്നു ഏറ്റവും മുമ്പിൽ നിതീഷ് കുമാറിന്റെ ഭരണകാലത്ത് അന്ന്. ഇനി സോഷ്യൽ ഇൻഡെക്സ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എടുക്കുക. നിങ്ങൾ ശിശുമരണ നിരക്ക് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ ഭാഗമാണല്ലോ. അതാണല്ലോ മോഡി പറഞ്ഞത്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എടുത്താൽ IMR ശിശുമരണ നിരക്ക് കേരളത്തിൽ 12, ഗുജറാത്തിൽ 3 ഇരട്ടി 36. ഇനി മറ്റ് ചൈൽഡ് ഡെവലപ്മെന്റ് ഇൻഡെക്സ് കേരളം 1ാം സ്ഥാനത്ത്, ഗുജറാത്ത് 15ാം സ്ഥാനത്ത്. അതുപോലെ തന്നെ ആയുർദൈർഘ്യം കേരളത്തിൽ 74 വർഷം, ഗുജറാത്തിൽ 64 എന്ന് പറഞ്ഞാൽ മോഡി ഭരിച്ച ഗുജറാത്തിലെ ആളുകൾക്ക് ഉള്ളതിനേക്കാൾ 10 വയസ്സ് ആയുസ് കൂടുതലാണ് കേരളത്തിൽ. മിസ്റ്റർ പത്മകുമാർ, 10 വയസ്സ് ആയുസ് കൂടുതലായത് അത്ര മോശമാണോ കേരളത്തിൽ? അതൊരു മോശം കാര്യമാണോ? ഇനി സാക്ഷരതയുടെ കാര്യമെടുക്കുക. കേരളത്തിൽ 93, ഗുജറാത്തിൽ 79. നിങ്ങൾ ഈ വസ്തുതകളെ, കണക്കുകളെ മറച്ചുവെക്കാൻ എങ്ങനെയാണ് ശ്രമിക്കുക? നിങ്ങളുടെ ഒരു കുറ്റപത്രം ഇന്നലെ എന്റെ വീട്ടിലും എത്തിച്ചു. ബിജെപിയുടെ സ്ക്വാഡ് ഒരു കുറ്റപത്രം എത്തിച്ചു. അതിൽ 2ാം പേജിൽ എഴുതി വെച്ചിരിക്കുകയാണ്. എനിക്കത് എടുക്കാൻ കഴിഞ്ഞില്ല, മാധ്യമ പ്രവർത്തകരുടെ കയ്യിലുണ്ടാവും. 2ാം പേജിൽ എഴുതി വെച്ചിരിക്കുകയാണ് 1956 കേരളം ഇന്നത്തേക്കാൾ പുരോഗതി കൈവരിച്ചിരുന്നു എന്ന്. എന്താണ് അതിന്റെ അർത്ഥം? ജനാധിപത്യവും തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകളും വന്നതോടുകൂടിയാണ് കേരളം നശിച്ചത് എന്നും ബ്രിട്ടീഷുകാരും മഹാരാജാക്കന്മാരും ഭരിച്ചപ്പോഴാണ് കേരളം പുരോഗതി കൈവരിച്ചത് എന്നും പോലുള്ള അസംബന്ധം എഴുതി വെക്കാനുള്ള തൊലിക്കട്ടിയുള്ളവരല്ലേ നിങ്ങൾ? എന്തെങ്കിലും ഒരു കൂസലുണ്ടോ നിങ്ങൾക്ക്? 56-ലാണോ കേരളം ഇന്നത്തേക്കാൾ പുരോഗതി കൈവരിച്ചിരുന്നത്? നിങ്ങൾ അച്ചടിച്ചിറക്കിയ കുറ്റപത്രത്തിൽ, എന്റെ കൈവശം എന്റെ വീട്ടിലിരിക്കുന്നതാണ്, ആ കുറ്റപത്രത്തിലെ 2ാം പേജിൽ 56-ൽ കേരളം എത്രയോ മുമ്പിലായിരുന്നു എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ തൊഴിലില്ലായ്മയുടെ കണക്കിവിടെ പറഞ്ഞു. പ്ലാനിംഗ് കമ്മീഷന്റെ തന്നെ കണക്കെടുക്കാം. ഏത് കാര്യവും ചർച്ച ചെയ്യാം. ഏത് കാര്യവും ബഹളമുണ്ടാക്കിയിട്ട് കാര്യമില്ല. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യണം. 2004-05 2009-10 ഇടയിലുള്ള കണക്ക് പ്ലാനിംഗ് കമ്മീഷന്റെ കണക്കുണ്ട്. എന്താണ് ഗുജറാത്തിലെ തൊഴിൽ വളർച്ചാ നിരക്ക്? 0.88%. 0.88%. എത്ര സാമ്പത്തിക വളർച്ച? 8.65%. സാമ്പത്തിക വളർച്ച ഇത്രയുണ്ടായിട്ടും തൊഴിൽ വളർച്ചാ നിരക്ക് 0.88%. ഇനി കൂലി നിരക്കിന്റെ കണക്കെടുക്കുക. കൂലി നിരക്കിന്റെ കണക്കെടുത്താൽ 2007-08 ഡാറ്റ, മോഡി ഭരിക്കുന്ന കാലത്തെ ഡാറ്റയാണ് ഞാൻ പറയുന്നത്. ഗുജറാത്ത് എവിടെയാണ്? ഗുജറാത്തിന്റെ സ്ഥാനം റൂറൽ കൂലി നിരക്കിന്റെ കാര്യത്തിൽ 17ാം സ്ഥാനം, അർബൻ കൂലി നിരക്കിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ 9ാം സ്ഥാനം, റൂറൽ ഫീമെയിലിന്റെ കാര്യത്തിൽ 18ാം സ്ഥാനം, റൂറൽ മെയിലിന്റെ കാര്യത്തിൽ 13ാം സ്ഥാനം. പ്ലാനിംഗ് കമ്മീഷന്റെ രേഖയെന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇതല്ലേ ഗുജറാത്തിന്റെ അനുഭവം? നിങ്ങൾ സോഷ്യൽ ഇൻഡെക്സിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറയും അതല്ല ചർച്ച ചെയ്യേണ്ടത്, തൊഴിലിന്റെ കാര്യമാണ്. അത് ചർച്ച ചെയ്യുമ്പോൾ പറയും അതല്ല ചർച്ച ചെയ്യേണ്ടത്, മറ്റൊന്നാണ്. ഏത് ഡാറ്റ എടുത്തു നോക്കിയാലും ഗുജറാത്ത് ഇന്ത്യയിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ്.
ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം, ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ്. ഒരു കാര്യം കൂടി ക്ലാരിറ്റി വരുത്തട്ടെ. താങ്കൾക്ക് ഇക്കാര്യത്തിലൊക്കെ തികഞ്ഞ അവ്യക്തതയാണുള്ളത്. നോർവേ ആണോ ഏറ്റവും പുരോഗതി കൈവരിച്ച രാജ്യം എന്ന് പറയേണ്ടി വരില്ലേ എന്നെന്തോ ഒരു മഹാ അബദ്ധം പോലെ താങ്കൾ ചോദിച്ചു. സത്യം അതാണ്. അമേരിക്കയേക്കാൾ സാമൂഹിക പുരോഗതി നോർവേയിലാണ്. ആർക്കാ അറിയാത്തത്? അത് ലോകത്തെ എല്ലായിടത്തും അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, നോർവേ, സ്വീഡൻ തുടങ്ങിയിട്ടുള്ള സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ് സാമൂഹിക പുരോഗതിയിൽ മുമ്പിൽ നിൽക്കുന്നത് എന്നത് താങ്കൾക്ക് പുതിയ അറിവാണോ? അതിലെന്താ അത്ഭുതമുള്ളത്? അമേരിക്കയേക്കാൾ മുമ്പിലാണ്. അമേരിക്കയിലും UK-യിലും ഉള്ളത്ര ദാരിദ്ര്യമില്ല നോർവേയിലും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും. അപ്പൊ താങ്കൾക്ക് പ്രാഥമികമായി തന്നെ ഇക്കാര്യങ്ങളിൽ വേണ്ടത്ര വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ശബ്ദഘോഷം കൊണ്ട് വസ്തുതയെ നേരിടാൻ പറ്റില്ല. കണക്കുകൾ കൊണ്ട് നേരിടാം. നിങ്ങൾ ഏത് കണക്കെടുത്തോളൂ, നമുക്ക് ചർച്ച ചെയ്യാം.